നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ കഴിഞ്ഞ ദിവസം വോട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ജനങ്ങൾ. വിധിയെഴുത്ത് നടത്തിയിരിക്കുകയാണ്. ഇനി വിധി അറിയാൻ ദിവസങ്ങളുടെ കാത്തിരിപ്പുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ 4 ആഴ്ചയോളം നാടിളക്കി നടത്തിയ പ്രചാരണം അതിനൊടുവിലാണ് കഴിഞ്ഞ ദിവസം വിധിയെഴുത്തുണ്ടായത്. വലിയ രീതിയിലുള്ള പോളിംഗ് ഉണ്ടായി. നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ ഇനി വിധി എന്താണ്, ആർക്കൊപ്പമാണ് കേരളം എന്നറിയാനുള്ള കാത്തിരിപ്പ്. മെയ് 4-ന് വോട്ടെണ്ണൽ. പോളിംഗ് ശതമാനം വർദ്ധിച്ചത് മുന്നണികളുടെ ചങ്കിടിപ്പേറ്റുന്നുണ്ട്. ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പ്രകാരം 78.27% സംസ്ഥാനത്തെ പോളിംഗ്. കോഴിക്കോടും പാലക്കാടുമാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. പത്തനംതിട്ടയിൽ ഏറ്റവും കുറവ് പോളിംഗ്. 1987 ശേഷമുള്ള ഉയർന്ന പോളിംഗ് ശതമാനമാണ് ഇത്തവണത്തേത്. LDF ഭരണ തുടർച്ച പ്രതീക്ഷിക്കുമ്പോൾ 80 സീറ്റിലധികം ഉറപ്പാണെന്നാണ് UDF ക്യാമ്പ് വ്യക്തമാക്കുന്നത്. ഭരണവിരുദ്ധ തരംഗമാണ് വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചതെങ്കിൽ 100-ലധികം സീറ്റുകൾ നേടുമെന്ന് UDF. തെക്കൻ കേരളത്തിലെ മണ്ഡലങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലും UDF ആയിരിക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ തവണത്തെ നേട്ടം ഇത്തവണയും ആവർത്തിക്കുമെന്ന് LDF. ചുരുങ്ങിയത് 3 സീറ്റിലെങ്കിലും ജയിക്കാനാകുമെന്ന പ്രതീക്ഷയോടെ NDAയും കളത്തിലുണ്ട്. കടുത്ത മത്സരം നടന്ന മലബാറിലെ പല മണ്ഡലങ്ങളിലും ഇക്കുറി കനത്ത പോളിംഗ് ആണ് നടന്നത്. വടക്കുള്ള പല ജില്ലകളിലെയും പോളിംഗ് സംസ്ഥാന ശരാശരിക്ക് മുകളിൽ. SIRന് ശേഷമുള്ള ആദ്യ ബല പരീക്ഷണം മലബാറിൽ ആരെ തുണയ്ക്കുമെന്ന ആകാംക്ഷയിലും കണക്കുകൂട്ടലുമാണ് മുന്നണികൾ. ജില്ല തിരിച്ചുള്ള പോളിംഗ് ശതമാനം നോക്കാം. കോഴിക്കോട് 81%, പാലക്കാട് 80%, എറണാകുളം 79%, മലപ്പുറം 79%, കാസർഗോഡ് 79%, വയനാട് 78%, കണ്ണൂർ 78%, ആലപ്പുഴ 77%, ഇടുക്കി 77%, തൃശ്ശൂർ 77%, തിരുവനന്തപുരത്ത് 77%, കൊല്ലം 76%, കോട്ടയത്ത് 74%, പത്തനംതിട്ടയിൽ 70%. ഇങ്ങനെയാണ് പോളിംഗ്. അസ്വാഭാവിക സംഭവ വികാസങ്ങൾ കഴിഞ്ഞ ദിവസം അരങ്ങേറി. പലയിടത്തും കള്ളവോട്ട് ആരോപണം, മെഷീൻ തകരാറിലാകുന്നു, ചിലയിടത്ത് സംഘർഷം. അതായത് കള്ളവോട്ട് ആരോപണങ്ങൾ പലയിടത്തും ഉയർന്നു. ഇതിനെ തുടർന്ന് ചിലയിടങ്ങളിൽ സംഘർഷമുണ്ടായി. നാദാപുരം മണ്ഡലത്തിലെ വാണിമേൽ MUP സ്കൂളിൽ മറ്റൊരാളുടെ വോട്ടർ ഐഡിയുമായി എത്തിയ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ കള്ളവോട്ട് ആരോപിച്ച് പിടികൂടി. ചിറ്റൂരിൽ LDF സ്ഥാനാർത്ഥിക്കായി വോട്ട് അഭ്യർത്ഥിച്ച് NDA സ്ഥാനാർത്ഥിയുടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് വിവാദമായി. പോസ്റ്റ് പിന്നാലെ പിൻവലിച്ചു. തന്റെ അറിവോടെയല്ല പോസ്റ്റ് എന്നാണ് NDA സ്ഥാനാർത്ഥിയുടെ വാദം. കാസർഗോഡ് തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ വോട്ടെടുപ്പിനിടെ UDF വനിതാ ബൂത്ത് ഏജന്റിന് നേരെ നായ്ക്കർണപ്പൊടി പ്രയോഗിച്ചതായി പരാതി. ഉദിരനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബൂത്തിലാണ് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൂടിയായ രതിലയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായത്. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ഇവരെ തൃക്കരിപ്പൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതേസമയം വോട്ടർമാർക്ക് നന്ദി അറിയിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തെ വോട്ടെടുപ്പ് സമാധാനപരമായി പൂർത്തിയായിരിക്കുകയാണ്. തങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം വിനിയോഗിച്ച് ഈ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കുചേർന്ന മുഴുവൻ വോട്ടർമാർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും അഭിവാദ്യങ്ങളും അറിയിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി കുറിച്ചു. വളരെ ചുരുങ്ങിയ പ്രചാരണ സമയം മാത്രമേ ഇത്തവണ കിട്ടിയുള്ളൂ. എങ്കിലും കടുത്ത വേനൽ ചൂടിനെ പോലെ അവഗണിച്ച് അക്ഷീണം പ്രവർത്തിച്ച രാഷ്ട്രീയ പ്രവർത്തകരുടെ ആവേശം എടുത്തു പറയേണ്ടതാണ്. പ്രതികൂല കാലാവസ്ഥയെ വകവയ്ക്കാതെ പോളിംഗ് ബൂത്തുകളിലെത്തിയ ജനങ്ങൾ കേരളത്തിന് ഉയർന്ന ജനാധിപത്യ ബോധത്തിന്റെയും നാടിനോടുള്ള ഉന്നതമായ പ്രതിബദ്ധതയുടെയും നേർക്കാഴ്ചയാണ് നൽകിയത്. ഈ വലിയ ജനപങ്കാളിത്തം അങ്ങേറ്റം ശ്ലാഘനീയമാണ്. സംസ്ഥാനത്ത് എവിടെ അനിഷ്ട സംഭവങ്ങളൊന്നുമില്ലാതെ തികച്ചും സമാധാനപരമായി വോട്ടെടുപ്പ് പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചു എന്നത് വലിയ നേട്ടമാണ്. ഈ ബൃഹത്തായ പ്രക്രിയ വിജയകരമായി നടപ്പിലാക്കാൻ അഹോരാത്രം അധ്വാനിച്ച തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ, സുരക്ഷയൊരുക്കിയ പോലീസ്, കേന്ദ്രസേന അംഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങി വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ച എല്ലാവരും പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നു. കേരളത്തിന്റെ ജനാധിപത്യ ബോധ്യത്തിനും ജനപങ്കാളിത്തത്തിനും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങളിൽ നിന്നും നമുക്ക് ഒരുമിച്ച് മുന്നേറാം നവകേരളത്തിനായി എന്നുമാണ് മുഖ്യമന്ത്രി കുറിച്ചത്. അതേസമയം കഴിഞ്ഞ ദിവസം വോട്ട് ചെയ്യാനെത്തിയ വോട്ടർമാരൊക്കെ മലയാളി വാർത്തയോടും അവരുടെ പ്രതീക്ഷകളും മറ്റും പങ്കുവച്ചിരുന്നു. അവരുടെ പ്രതികരണത്തിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി പോവുകയാണ്. നമ്മുടെ നിയമത്തെ തിരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു. സാധാരണഗതിയിലുള്ള നല്ല പ്രചോദനമായിരുന്നു. ഒരു ഭരണമാറ്റം ഉണ്ടാവും ഇത്തവണ? ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റൂല, ഒന്നും പറയാൻ പറ്റൂല. അടുത്ത മത്സരം എല്ലാ തവണയും വോട്ട് ചെയ്യാറുണ്ടോ? എല്ലാ തവണ അത് മിസ് ചെയ്യാറേ ഇല്ല. ഇല്ല. ഈ പറയുന്ന പോലെ നമുക്ക് 5 വർഷത്തിലൊരിക്കൽ കിട്ടുന്നതാണല്ലോ ഈ വോട്ട് രേഖപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു അവകാശം. അതായത് നമ്മളാണ് തീരുമാനിക്കുന്നത് വരേണ്ടത് ആരാണ് എന്നുള്ളത്. അപ്പോ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ചേച്ചി പരിഗണിക്കുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. നേതാവ്, പാർട്ടി, അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ, ഇത് ഏതൊക്കെയാണ് ചേച്ചി പരിഗണിക്കുന്നത്? അല്ലെങ്കിൽ ഈ പറയുന്നത് നമുക്ക് എന്തായാലും നന്മ ചെയ്ത ഏത് പാർട്ടിയാണെങ്കിലും വരണം. ജനങ്ങൾക്ക് നന്മയുള്ളവരായിരിക്കണം. അത് നോക്കിയിട്ടാണ് എല്ലാം.
എങ്ങനെയുണ്ട് ഇത്തവണത്തെ വോട്ട്? എങ്ങനെയുണ്ട് ഇലക്ഷൻ? വലിയ കുഴപ്പമില്ല, തിരക്കുണ്ടോ ഇവിടെ? തിരക്കില്ല. തിരക്കില്ല, സാധാരണ തിരക്കുണ്ടാവാറുണ്ടോ? ഉണ്ടാകാറുണ്ട്, പക്ഷെ ഈ പ്രാവശ്യം തിരക്കില്ല. ഇപ്പം വോട്ട് ചെയ്യാൻ ആരും വരുന്നില്ലെന്നുള്ള ഒരു അങ്ങനെയുള്ള പ്രതീതിയില്ല, വരുന്നു ഇങ്ങനെ മെല്ലെ വരിക. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഒരു സ്ഥാനാർത്ഥികളുടെ പ്രകടനമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഒരു പണാധിപത്യം, രണ്ടാമത് ഗുണ്ടായിസം, മൂന്നാമത് ഒരു പാവം ചെറുക്കൻ. മൂന്ന് തലത്തിലാണ്. അതെ. അപ്പൊ എന്താണ് അങ്കിളിന്റെ ഒരു പ്രതീക്ഷ? എന്താണ് ഇവിടെ ഒരു മാറ്റം ഉണ്ടാവോ അതോ ഭരണ തുടർച്ചയാണോ? ഭരണ തുടർച്ചയൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അടുത്തോ ജനം മടുത്തു. ഭരണ തുടർച്ച വേണമെന്ന് നിങ്ങൾ പറയും. ഭരണ തുടർച്ച വേണോ? വേണ്ട വേണ്ട, ഇത് പാർട്ടി നോക്കി മാത്രം സഹായം ചെയ്യും, ബാക്കിയുള്ളവർക്ക് ആർക്കും ഒരു സഹായമില്ല. അങ്ങനെ എന്തെങ്കിലും സഹായത്തിന് അഭ്യർത്ഥിച്ചിട്ടുണ്ടോ? PSC ലിസ്റ്റ് ഒന്നും എടുക്കണില്ല, അത് ഡെയിലി വേജസിന് മാത്രം ആൾക്കാരെ എടുക്കണം. ക്വാളിഫിക്കേഷൻ ഉള്ള കുട്ടികൾ വെളിയിൽ നിൽക്കണം. അങ്ങനെ അതിലൊക്കെ ഒരുപാട് വിഷമമുണ്ട്. അതുകൊണ്ട് ഭരണമാറ്റം വന്നാൽ ചിലപ്പോൾ അടുത്ത ആരോഗ്യ വകുപ്പിനെ വിപുലീകരിച്ച് ഒരു ജോലികൾ കിട്ടും. മറ്റേത് പാർട്ടി വിശ്വസിച്ചാൽ കൊടി പിടിച്ചാൽ ജോലി. മാറിക്കഴിഞ്ഞ ആര് വരണമെന്നാണ്? UDF അല്ലാതെ മറ്റന്മാര് വരില്ല. എന്താ BJP രാജീവ് ചന്ദ്രശേഖർ? ഒന്നോ രണ്ടോ വോട്ട് കിട്ടിയെന്നും പറഞ്ഞ് ഭരണം വരൂലല്ലോ. ഇല്ല. ഒന്നോ രണ്ടോ സീറ്റ് കിട്ടിയെന്നും പറഞ്ഞു. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു തിരഞ്ഞെടുപ്പ് ആവേശം? എങ്ങനെയുണ്ട്? ആളുകൾ കുറവാണോ? നമ്മളങ്ങനെ അധികം വെളിയിൽ ഇറങ്ങിയില്ല, വെടിയൊക്കെ കേൾക്കണതാണ് അത്ര. വോട്ട് ചെയ്യാൻ വന്നപ്പോഴേ വോട്ട് ചെയ്യണം, ഇവിടെ അങ്ങനെയൊന്നും പ്രവർത്തിച്ചൂടല്ല. അല്ല, അകത്ത് ആളുണ്ടോ? വോട്ട് ചെയ്യാൻ ആളുണ്ടോ? അതെല്ലാരും അപ്പാടെ കുറച്ച് വോട്ടല്ലേ ഇവിടെ ഉള്ളൂ, എല്ലാരും വന്ന് അപ്പോഴപ്പോഴ ചെയ്യും. എന്തായാലും നമ്മളെ വോട്ട് നമ്മൾ ഉറപ്പിച്ചിരിക്കുകയാണ്. നമ്മള് പാരമ്പര്യമായിട്ട് ഒരു പാർട്ടി ആർക്ക് ചോദിക്കുന്നില്ല, പക്ഷെ കൊടുത്തു ഞങ്ങൾ പാരമ്പര്യം ഒരു വോട്ടുണ്ട്, അത് അവർക്ക് വോട്ടൊക്കെ ചെയ്തോ? വോട്ടൊക്കെ ചെയ്തു. മണ്ഡലത്തിൽ ആർക്കായിരിക്കും സാധ്യത കൂടുതൽ? ആര് ജയിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? വികസനമൊക്കെ വരണം, അപ്പൊ ആര് ജയിക്കണം? അങ്ങനെ നല്ല ആൾക്കാർക്ക് ചെയ്യണം, നമുക്ക് മതി ആര് ജയിച്ചാലും. പെൻഷൻ പൈസയാണോ? പെൻഷൻ തന്നെ. അതില് ഒരു ട്വിസ്റ്റ് ഉള്ളത്, ഇപ്പൊ കിട്ടുന്നത് LDF സർക്കാർ തന്നിട്ടാണ്. UDF സർക്കാർ വരുവാണെങ്കിൽ 1000 രൂപ കൂടുതൽ. ഇവര് വരുന്നുമ്പോ അത് വന്നോണ്ടിരിക്കല്ലേ. അത് ഇതിനകത്ത് ഇരുന്നപ്പോഴേ ഉള്ള പൈസയാണ്. ഇനിയിപ്പോ ഇവര് എത്ര ആക്കും എന്നുള്ളത് നമുക്കറിഞ്ഞൂടാ, എത്ര കിട്ടും. വോട്ട് ചെയ്തില്ല? വോട്ടൊക്കെ ചെയ്തു. അപ്പോ നമ്മളുടെ തീരുമാനമാണ് ഇനി നമ്മൾ 5 വർഷം ആയ ഭരിക്കണമെന്ന്. അതെ, കാത്തിരിക്കുകയാണ്. ആര് വന്നാലും കിട്ടുന്ന പൈസ നമുക്ക് മാസം തോറും തന്ന വലിയ ഉപകാരമായി. വോട്ട് ചെയ്തായിരുന്നോ? എങ്ങനെയുണ്ട് മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളൊക്കെ? എങ്ങനെയുണ്ട് ഈ ഒരു 5 വർഷം കഴിഞ്ഞിരിക്കുന്നു? എന്ത് തോന്നുന്നു? കുഴപ്പമില്ല, അവർക്ക് പറ്റുന്നതൊക്കെ അവർ ചെയ്തു പോകുന്നതായിട്ട് തോന്നി, അല്ലാതെ വേറെ ഒന്നും പറയാനില്ല. ഈ ഭരണം മാറ്റം വേണോ? എന്ത് തോന്നുന്നു? അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം? മാറിയാ അറിയാലോ, ഓരോരുത്തരെ ഇത് മാറുമ്പോ അറിയാലോ ആരാണ് ഏറ്റവും നല്ലതായിട്ട് ഇത് ചെയ്യുന്നതെന്നൊന്നും നമുക്ക് കാണാം. ഈ പര്യടന സ്ഥാനാർത്ഥികളൊക്കെ കണ്ടിരുന്നു? സ്ഥാനാർത്ഥിയാ ഞങ്ങളെ വീട്ടിന്റെ അതിലേക്ക് എല്ലാരും പോയിട്ടുണ്ടായിരുന്നു. എല്ലാരും നല്ലതായിട്ട്. ആർക്കായിരിക്കും ഒരു സാധ്യത കൂടുതൽ? UDF ആയിരിക്കും.